ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാ ഗോത്ര സമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടു നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള
1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൗദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,70,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100ാം വാർഷികമായ 2024-നാണ് ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. രണ്ടാഴ്ചക്കിടെ 4ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279-ലും നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1-നാണ് പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും US-നുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം.
IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.